കനത്ത മഴയിൽ സംസ്ഥാനത്ത് വ്യാപകമാണ് നാശം. വിവിധയിടങ്ങളിൽ റോഡിടിഞ്ഞ് താഴ്ന്നു. ആലപ്പുഴ പുറക്കാടും കൊല്ലത്ത് കിഴക്കേ കല്ലടയിലും വീടുകൾക്ക് മുകളിൽ മരം വീണു. മഴക്കാല മുന്നൊരുക്കങ്ങൾ പരാജയപ്പെട്ടതോടെ കൊച്ചി, തൃശൂർ, കോഴിക്കോട് നഗരങ്ങളിൽ വെള്ളക്കെട്ട് ദുരിതം അതിരൂക്ഷമായി തുടരുകയാണ്. തൃശൂരിൽ പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. കുട്ടനാട് മങ്കൊമ്പ് ചമ്പക്കുളം റോഡിലും സമീപ വീടുകളിലും വെള്ളം കയറി. കുട്ടനാട് നിന്ന് മനീഷ് മഹിബാൽ, തൃശൂരിൽ നിന്നും സൂരജ് സജി ഏറ്റവും ഒടുവിലെ വെള്ളക്കെട്ടിന്റെ വിവരങ്ങളിലേക്ക് ചേരുന്നുണ്ട്. ആദ്യം മനീഷിലേക്കാണ്. മനീഷ്, കുട്ടനാടിന് വെള്ളക്കെട്ട്, വെള്ളപ്പൊക്കമൊക്കെ അവരുടെ ദുർവിധിയാണ്. കാലാകാലങ്ങളിൽ അവരതിനോട് ശീലപ്പെട്ടവരാണ്. പക്ഷേ ഇക്കുറി കുറച്ചുകൂടി കടുക്കുന്നുണ്ട്, കുറച്ചുകൂടി ദുരിതപ്പെടുത്തുന്നുണ്ടല്ലേ? ഹാഷ്മി, മഴക്കാലത്താണെങ്കിൽ കുട്ടനാട്ടിൽ ഇങ്ങനെ വെള്ളം പൊങ്ങുന്നതൊക്കെ തന്നെ അതൊരു അസാധാരണമായ സംഭവമല്ല. പക്ഷേ ഇത് ഏകദേശം ഒരു ദിവസമെന്ന് പറയാൻ കഴിയില്ല. ഏതാനും മണിക്കൂറുകൾ മാത്രം പെയ്ത മഴയിലാണ് ഇത്. ആ ദൃശ്യങ്ങൾ കാണാം. ചില മനുഷ്യരെ, അവരൊക്കെ തന്നെ അഭയാർത്ഥികളെ പോലെ നിൽക്കേണ്ട അവസ്ഥയാണ്. പലർക്കും വീടുകളിൽ താമസിക്കാൻ പറ്റുന്നില്ല. ഞാൻ നിൽക്കുന്ന സ്ഥലം മങ്കൊമ്പാണ്. മങ്കൊമ്പ് മണപ്പള്ളി പുളിങ്കുന്ന് പഞ്ചായത്ത് 15-ാം വാർഡിലെ മനുഷ്യരുടെ അവസ്ഥയാണിത്. സമീപത്തെ പാടശേഖരങ്ങളിൽ നിന്നും അനിയന്ത്രിതമായി വെള്ളം ഇങ്ങോട്ടേക്ക് റോഡുകളിലേക്കും ഒക്കെ തന്നെ വീടുകളിലേക്കും കയറുന്നതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് വീടുകളിൽ കഴിയാൻ പറ്റാതെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ട അവസ്ഥയുള്ളത്. ഇതൊരു ഗ്രാമീണ റോഡാണ്, തോടല്ല. ഈ റോഡിൻ്റെ അവസ്ഥ ഇതാണ്. ഇത് ഇനി എപ്പോൾ ഈ വെള്ളം വറ്റുമെന്നുള്ളതാണ് ഇവർക്ക് ആശങ്ക. കാരണം ഇനി കടുത്ത വേനൽ വന്ന് സൂര്യൻ വന്ന് അത്രയും വെള്ളം പോകാൻ ഏതാനും മാസങ്ങൾ തന്നെ എടുക്കും. അത്രത്തോളം കാലം ഈ വെള്ളത്തിൽ കഴിയണം. ജലജന്യ രോഗങ്ങളുണ്ടാകും, പല അസുഖങ്ങളുണ്ടാകും. ഒപ്പം തന്നെ ഈ ഇഴജന്തുക്കളുടെ പ്രശ്നങ്ങളുണ്ടാകും. ഇഴജന്തുക്കളുടെ പ്രശ്നമൊക്കെ ഉണ്ടാകാറുണ്ടോ? നീർനായ പോണക്കുള്ള മുഴുവൻ സാധനങ്ങളും നമുക്ക് കാറ്റിൽ നിന്ന് ഈ പാടശേഖരത്ത് വെള്ളം കയറ്റിയ സമയത്ത് ഇതിനകത്തോട്ട് വന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ വെളിയിലിറക്കാതെ വളരെയധികം സൂക്ഷിച്ചാണ് നമ്മൾ കൈകാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം കുഞ്ഞുങ്ങൾക്ക് വെളിയിറങ്ങിയാൽ ഇത് കടിക്കും. ആ ഒരവസ്ഥയിലാണ് നമ്മളിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ശീലമായി. ഞങ്ങൾ 6 മാസം വെള്ളം, 6 മാസം കര. തവളയുടെ അവസ്ഥയാണ് ഞങ്ങളുടെ ഇവിടുത്തത്. അതിൽ കൂടുതൽ ഇപ്പോൾ എന്നാ പറയാനായിട്ടാണ്. വെച്ചിരുന്ന വാഴകൾ, കപ്പകൾ, അങ്ങനെയുള്ള സകല സാധനങ്ങളും പറമ്പിലേ പോയി. ഇതിപ്പോൾ പുറംബണ്ട് കോടിക്കണക്കിന് സർക്കാർ മുടക്കി പുറംബണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ പാടശേഖരത്തിൻ്റെ ഒറ്റ ഒരു ഇതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വെള്ളം കയറി കിടക്കുന്നത്. അത് സമയത്ത് പമ്പ് ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഞങ്ങൾക്കാർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വെക്കേഷൻ തീരാറായി. ഈ 10 ദിവസം പോലും കുഞ്ഞുങ്ങൾക്ക് പെരക്കകത്തുനിന്ന് പുറത്തിറങ്ങാൻ ഒക്കത്തില്ല. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഈ കുട്ടനാട്ടിൽ ഈ വെള്ളം പൊങ്ങുന്നതൊക്കെ തന്നെ ഒരു സാധാരണ രീതിയാണ്, അതിനകത്ത് പ്രത്യേകത ഒന്നും ഇല്ലെന്നാണ്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഇത് പുറംബണ്ട് കെട്ടി ശക്തിപ്പെടുത്തുകയാണെങ്കിൽ, ഒപ്പം തന്നെ ഈ പാടശേഖരത്തുള്ള വെള്ളം അത് മഴക്കാലത്ത് ഈ വേനൽമഴ എത്തുന്നതിന് മുൻപ് തന്നെ ഒപ്പം തന്നെ ഈ പാടശേഖരത്തിലെ വെള്ളമൊക്കെ തന്നെ പമ്പ് ചെയ്ത് കൃത്യസമയത്ത് മാറ്റുകയായിരുന്നെങ്കിൽ ഇവർക്ക് ഈ പ്രശ്നം ഉണ്ടാവുകയില്ല. അതേ പ്രായമായൊരു അമ്മയടക്കം ഉള്ള ആളുകൾക്ക് ഈ വെള്ളത്തിൽ വന്ന് നിൽക്കേണ്ട അവസ്ഥയാണുള്ളത്. എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണോ? എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പ്രായമുള്ള ഒരു മനുഷ്യനും ഉണ്ട്. ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ അവിടെ. പിന്നെ എന്താ ചെയ്യാനാ, ജീവിക്കണ്ടേ? ഇങ്ങനെ ജീവിക്കൂലേ? ജീവിക്കുന്നു, ഒരു ജീവിക്കും. എല്ലാ ഇപ്പം എന്നാ ചെയ്യാനാ? അപ്പം ഹാഷ്മി, ഇതൊക്കെയാണ് ഇവരുടെ അവസ്ഥ. ഈ മങ്കൊമ്പിലും ഒപ്പം തന്നെ പുളിങ്കുന്ന്, ചമ്പക്കുളം, ഇടത്വ റൂട്ടിലെ റോഡുകളിലേക്കും ഇത്തരത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. അങ്ങനെ ഗതാഗത പ്രശ്നങ്ങളുമുണ്ട്. ഒപ്പം തന്നെ നിരവധി കുടുംബങ്ങൾ, ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഏകദേശം 250 കുടുംബങ്ങളുണ്ട്, അവിടെ മാത്രം വെള്ളം കയറി. അങ്ങനെ മങ്കൊമ്പ്, എടത്വ, പുളിങ്കുന്ന് സ്ഥലങ്ങൾ, ചമ്പക്കുളം സ്ഥലങ്ങളിൽ നിരവധി റോഡുകളും ഈ പറയുന്ന വീടുകളും ഒക്കെ തന്നെ ഈ ഏതാനും മണിക്കൂറുകൾ പെയ്ത മഴയിൽ വെള്ളത്തിലാകുന്ന സ്ഥിതിയിലേക്ക് എത്തി. ഹാഷ്മി, മനീഷ് മഹിബാലാണ്. കുട്ടനാട്ടുകാർ കാലങ്ങളായി പറയുന്നതാണ് അവിടുത്തെ വെള്ളപ്പൊക്കത്തിൻ്റെ അവസ്ഥ, ദുരവസ്ഥയെക്കുറിച്ച്. ഒരു ചേച്ചി പറയുന്നത് പോലെ 6 മാസം വെള്ളത്തിൽ, 6 മാസം കരയിൽ. തവളയുടെ അവസ്ഥയാണ്, അതിലപ്പുറം അതിനെ വിശേഷിപ്പിക്കാൻ പറ്റത്തില്ല. തൃശ്ശൂരിൽ സൂരജ് സജി കൂടി ചേരുന്നുണ്ട്. സൂരജ്, ഇന്നലെ നമ്മൾ കണ്ടത് ഇവിടെ PCB ഓഫീസിലേക്ക് ചത്തമീനെറിഞ്ഞതാണെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്നത് തൃശ്ശൂരിലെ കുളവാഴയാറാണ്. ഗതികെട്ട് ജനം ചെയ്യുന്നതാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെ അഭാവം, പരാജയം എന്ന് വ്യക്തമല്ലേ തൃശ്ശൂരിൽ? സൂരജ്, ഫെബ്രുവരിയിൽ തന്നെ ഇത് സംബന്ധിച്ച് UDF കൗൺസിലർമാർ നോട്ടീസ് നൽകിയിരുന്നതാണ്. പക്ഷേ ഇതുപോലും മുഖവിലക്കെടുത്തില്ല എന്ന് മാത്രമല്ല, ഇതിൻ്റെ ടെൻഡർ നടപടികൾ പോലും ഇതുവരെയും ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ UDF കൗൺസിലർമാരും പ്രതിപക്ഷ കൗൺസിലർമാർ അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. അത് തന്നെയാണ് ഇന്നലെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തൃശ്ശൂരിനെ കൊണ്ടുപോയത്. അശ്വിനി ആശുപത്രി തുടങ്ങി 2 ഫ്ളാറ്റ് സമുച്ചയങ്ങൾ തുടങ്ങി നിരവധി വീടുകൾ ഉൾപ്പെടെ ഇന്നലെ പെയ്ത മഴയിൽ, അതും മണിക്കൂറുകൾ പോലും നീണ്ട മഴയല്ല, മഴ തുടങ്ങി മിനിറ്റുകൾക്കകം തന്നെ വെള്ളത്തിലാകുന്ന ഒരു സ്ഥിതിയായിരുന്നു. അത് പ്രധാനമായും ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കാതെ പോയതിൻ്റെ ഭാഗമായി കൊണ്ടാണ്. എല്ലാ ഓടകളും
തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. സമീപത്തെ കൈത്തോടുകളാകട്ടെ അവിടെ കുളവാഴകൾ നിറഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് കുളവാഴ എന്തിക്കൊണ്ടുള്ള ഒരു വ്യത്യസ്തമായ സമരം അത് UDF കൗൺസിലർമാർ നടത്തിയത്. ആ സമരം ഈ ഗേറ്റിന് മുന്നിൽ തടയുകയും ചെയ്തു. തൊട്ടു പിന്നാലെ വലിയ രീതിയിൽ പോലീസിനെ മറികടന്നുകൊണ്ട് ഇങ്ങോട്ട് കയറാൻ UDF കൗൺസിലർമാർ ശ്രമം നടത്തിയതോടുകൂടി പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. എന്തായാലും ഈ ടെൻഡർ നടപടികൾ പോലും മഴക്കാല ശുചീകരണത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തൃശൂർ കോർപ്പറേഷനിൽ സമരം ശക്തമാണ്. അതോടൊപ്പം തന്നെ തുടർ നടപടികൾ, അതായത് അടിയന്തര നടപടികൾ കൈക്കൊള്ളുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി ജില്ലാ ഭരണകൂടവും രംഗത്തെത്തിയിട്ടുണ്ട്. ഹാഷ്മി, സൂരജ് സജിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ പ്രതിഷേധങ്ങളിലേക്കൊക്കെ ജനം പോകും. അവസ്ഥ ഇതാണ്, ഇങ്ങനെയാണെങ്കിൽ. കാര്യം നേരത്തെ തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ആവശ്യകതയെ പറ്റിയൊക്കെ പറഞ്ഞിട്ടും ഒന്നും ശ്രദ്ധിക്കാതിരിക്കുന്ന ഭരണാധികാരികൾക്കെതിരെയാണ് പ്രതിഷേധം.